നമസ്കാരം. ഓ ഹരിനാമ കീർത്തനം 14-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഹരി ശ്രീ ഗണപതയേ നമ. അത്രയും ഈ അക്ഷരങ്ങളിലൊക്കെ തുടങ്ങുന്ന ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഈ തുടങ്ങിയുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ആ കൊണ്ട് തുടങ്ങുന്ന ശ്ലോകം 14. അൻപേണമെൻ മനസി ശ്രീനീലകണ്ഠ ഗുരു അംഭോരുഹാക്ഷമിക വാഴ്ത്തുന്നു ഞാനുമിക. 51 മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമ. 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 അൻപേണമെൻ മനസ്സി ശ്രീ നീലകണ്ഠ ഗുരു. ശ്രീ നീലകണ്ഠൻ എന്നു പേരായ ഗുരു എൻ്റെ മനസ്സിൽ എന്നും വസിച്ച് അനുഗ്രഹിക്കണം. ഞാനതിന് 51 അക്ഷരവും ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർത്ത് ഹരിനാരായണായ നമ അംഭോരുഹാക്ഷമിഹി വാഴ്ത്തുന്നു. ശ്രീ നീലകണ്ഠ ഗുരു എൻ്റെ മനസ്സിൽ വാഴുന്നതിന് ഞാൻ 51 അക്ഷരത്തിൽ നിന്ന് ഓരോ അക്ഷരമായി എടുത്ത് എൻ്റെ കീർത്തനത്തിൽ ആദ്യക്ഷരമായി ചേർത്ത് ഞാൻ മഹാവിഷ്ണുവിനെ ഇതാ സ്തുതിക്കുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാവാൻ വിഷ്ണുവിനെ സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗുരു ഗ്രന്ഥകർത്താവിൻ്റെ സ്വന്തം ഗുരുവും ആകാം. ഗുരുക്കന്മാർക്കെല്ലാം ഗുരുവായ ദക്ഷിണാമൂർത്തിയും ആകാം. 51 അക്ഷരം കൊണ്ടും വിഷ്ണുസ്തുതി നടത്തുവാൻ പോകുന്നത് ഗുരുവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ്. അന്യചിന്ത കൂടാതെ ഗുരുവിൻ്റെ സ്മരണയിൽ ചിത്തം ഏകാഗ്രത ഉള്ളതായി തീർന്നാൽ സംസാര ദുഃഖത്തിൽ നിന്നും മോചനം തേടാൻ അതുതന്നെ നമുക്ക് മതിയാകും. ഉറച്ച ഭഗവത് ഭക്തി ഉണ്ടെങ്കിലേ ഗുരുഭക്തിയും ഉണ്ടാകൂ. പൂർണ്ണത കൈവരുവാൻ ഗുരുവിലുറച്ച ഭക്തിയും ഗുരുവിൻ്റെ ഉപദേശവുമില്ലാതെ ഒരിക്കലും സാധിക്കുകയുമില്ല. 14-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അൻപേണമെൻ മനസി ശ്രീ നീലകണ്ഠ ഗുരു അംഭോരുഹാക്ഷമിക വാഴ്ത്തുന്നു ഞാനുമിക. 51 അക്ഷരവും ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമ. 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 നാരായണായ നമ.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു.